ദാസൻ പാസ്റ്റർ റിച്ച്മോണ്ട് റാന്നി. പ്രൈസ് ദി ലോർഡ്. ശബ്ദം കേൾക്കാമല്ലോ അല്ലേ? കർത്താവായ യേശു ക്രിസ്തുവിന്റെ മാധുര്യമുള്ള നാമം ഉയർത്തപ്പെടുമാറാകട്ടെ. USA ചാപ്റ്ററിന്റെ HTCയുടെ 4-ാം യാമത്തിൽ ഒരു പ്രാവശ്യം കൂടെ കർത്താവിന്റെ വചനവുമായി നിങ്ങളെ അഭിസംബോധന ചെയ്യാൻ കഴിയുന്നതിൽ വളരെ സന്തോഷിക്കുന്നു. വളരെ അവിചാരിതമായിട്ടാണ്, വളരെ പെട്ടെന്ന് ഈ ദൈവവചന ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരുക്കപ്പെട്ടത്. കൂടി വന്നിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും കർത്തൃദാസന്മാർക്കുമുള്ള ക്രിസ്തീയ വന്ദനത്തെ അറിയിക്കുന്നു. പ്രാർത്ഥനയോടെ നമുക്ക് ദൈവവചന ചിന്തയിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. നമ്മൾ ഇന്ന് ഒരു ദൈവവചന പഠനമോ അപ്പോൾ തന്നെ ആ പഠനത്തിനകത്തൊരു ചിന്തയും ഉണ്ടാകും. നമുക്ക് അതിലേക്കൊന്ന് പ്രവേശിക്കാം. കർത്താവിലെയും ധാരാളം സഹായിക്കട്ടെ. എസ്രായുടെ പുസ്തകം 1-ാം അധ്യായത്തിന്റെ 1-ാം വാക്യമാണ് നമ്മൾ ഒന്ന് ധ്യാനിപ്പാൻ വേണ്ടി പോകുന്നത്. എസ്രായുടെ പുസ്തകം 1-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം നമ്മുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. ബൈബിളുള്ള എല്ലാവരും ബൈബിൾ തുറന്ന എസ്രായുടെ പുസ്തകം 1-ാം അധ്യായം 1-ാമത്തെ വാക്യം. യിരെമ്യാ മുഖാന്തരമുണ്ടായ യഹോവയുടെ അരുളപ്പാട് നിവർത്തിയാകേണ്ടതിന് പാർസി രാജാവായ കോരശിന്റെ 1-ാം ആണ്ടിൽ യഹോവ പാർസി രാജാവായ കോരശിന്റെ മനസ്സിനെ ഉണർത്തിയിട്ട് അവൻ തന്റെ രാജ്യത്ത് എല്ലായിടത്തും ഒരു വിളംബരം പ്രസിദ്ധമാക്കി. രേഖാമൂലവും പരസ്യം ചെയ്തത് എന്തെന്നാൽ, അത്ര ഞാൻ വായിക്കുന്നുള്ളൂ. സ്തോത്രം. നമ്മുടെ പ്രസംഗത്തിന്റെ വിഷയം എസ്രായുടെ പുസ്തകമല്ല. ഒരു വിഷയമെന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഞാൻ ആ പുസ്തകത്തിൽ നിന്നൊരു വാക്യം വായിച്ചതേ ഉള്ളൂ. സാധാരണ ഒരു പുസ്തകത്തിൽ നിന്നൊരു വാക്യം വായിക്കുമ്പോൾ പ്രസംഗശാസ്ത്രപ്രകാരം ആ പുസ്തകത്തെക്കുറിച്ചും അധ്യായങ്ങളെക്കുറിച്ചൊക്കെ ഒരു വ്യാഖ്യാനം വേണം. ഞാനതിലേക്കൊന്നും പോകുന്നില്ല, കാരണം നമ്മൾ ആ പുസ്തകത്തിലേക്കൊന്നും കടക്കുന്നില്ല. അതുകൊണ്ട് ആ വിഷയങ്ങളിലേക്കൊന്നും നമ്മൾ ഡയറക്റ്റ് വിഷയത്തിലേക്കൊന്ന് പ്രവേശിക്കുക. ഈ 1-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ പറയുന്നത് ഒരു പ്രവചനത്തിന്റെ നിവർത്തിക്ക് വേണ്ടി ദൈവം ചെയ്യുന്ന ഭയങ്കരകരമായ ഒരു കാര്യത്തെക്കുറിച്ചാണ് എഴുതിയിരിക്കുന്നത്. ഞാൻ നിങ്ങളോട് വളരെ സ്നേഹത്തിൽ 1-ാമത്തെ ദൂത് പറയാം. ദൈവം നിന്നോട് ഡയറക്റ്റ് ആയിട്ടോ ദൈവദാസന്മാരോട് ഒരു പ്രവചനം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അതിന് ഡിലേ വന്നേക്കാം, ചിലപ്പോൾ കാലതാമസങ്ങളൊക്കെ വിവിധ കാരണങ്ങൾ കൊണ്ടുവരാം. പക്ഷേ ദൈവം നിശ്ചയിച്ച ആ പ്രവചന നിവൃത്തിയുടെ കൃത്യസമയത്ത് തന്നെ അത് നിവർത്തിക്കാൻ വേണ്ട എല്ലാ ക്രമീകരണങ്ങളും ദൈവം ചെയ്തിരിക്കും. സ്തോത്രം. അതാണ് ഈ 1-ാം അധ്യായത്തിന് 1-ാം വാക്യം നമുക്ക് തരുന്ന ദൂത്. ഇനി 33 കോടി പിശാചുക്കൾ എല്ലാം കൂടി എഴുന്നേറ്റ് നിന്ന് അതിനെ തടയാൻ നോക്കിയാലും ദൈവം പറഞ്ഞ പ്രവചനത്തിന്റെ നിവർത്തിക്ക് വേണ്ടിയുള്ള ക്രമീകരണം ദൈവം ചെയ്തിരിക്കും. സ്തോത്രം. ഇവിടെ പ്രവചനം പറഞ്ഞ ആൾ യിരെമ്യാവാണ്. എന്താണ് യിരെമ്യാവ് പറഞ്ഞ പ്രവചനം? നമ്മൾ അതിലേക്ക് വരും. യിരെമ്യാവ് മുഖാന്തരമുണ്ടായ യഹോവയുടെ അരുളപ്പാട് നിവൃത്തിയാകേണ്ടത്. ഇവിടെ പ്രവചനം പറഞ്ഞത് യിരെമ്യാവാണ്, പക്ഷെ പറഞ്ഞ ആൾക്ക് പ്രസക്തിയില്ല. കാരണം അരുളപ്പാട് യഹോവയുടേതാണ്. ഇവിടെ ഇപ്പം നമ്മുടെ പ്രശ്നം എന്താ വെച്ചാൽ ഈ പറഞ്ഞ ആളുകൾക്കാണ് കൂടുതലും പ്രസക്തി, പറയിപ്പിച്ച ആൾക്ക് പ്രസക്തി വളരെ കുറവാണ്. പറഞ്ഞ ആളുകളാണല്ലോ ഇപ്പം പ്രൊഫറ്റും ഒക്കെ ഇങ്ങനെ പേരൊക്കെ ഇട്ട് ഇങ്ങനെ പോസ്റ്റ് നിൽക്കുന്നത്. പക്ഷേ പറയിപ്പിച്ച ആള് പുറയില്ല, ആരും അറിയുന്നില്ല. പക്ഷേ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ഒരു ദൂത് നമ്മളോട് പറയിപ്പിച്ചാൽ പറഞ്ഞവനാണ് പ്രസക്തി, പറയിപ്പിച്ചവനാണോ പ്രസക്തി എന്ന് നാം മനസ്സിലാക്കിയാണ് മുന്നോട്ട് പോകാൻ. പറഞ്ഞവൻ ആ സമയത്തേക്കുള്ളൊരു മെസ്സഞ്ചർ മാത്രമാണ്, ദൂതുവാഹകൻ മാത്രമാണ്.
പറയിപ്പിച്ചവനാണ് അതിന്റെ മുകളിലുള്ള പരമാധികാരം. മഹത്വം അവന് മാത്രമായിരിക്കണം. സ്തോത്രം. ഒരു കാര്യം വളരെ വ്യക്തമാണ്. ഇവിടെ ദൂത് പറഞ്ഞത് യിരെമ്യാവാണ്. പറയിപ്പിച്ചത് യഹോവയുടെ അരുളപ്പാട് നിവൃത്തിയാകേണ്ടത് യഹോവയാണ് പറയിപ്പിച്ചത്. സ്തോത്രം. ഇനി നമുക്ക് നോക്കാം എന്താണ് യിരെമ്യാവ് പറഞ്ഞ ആ ദൂത്. സ്തോത്രം. നമുക്ക് അതൊന്നും അറിയണമെങ്കിൽ യിരെമ്യാവിന്റെ പുസ്തകത്തിലേക്ക് വരണം. യിരെമ്യാവിന്റെ പുസ്തകം സ്തോത്രം 25-ാം അധ്യായത്തിലേക്ക് വരാം. 25-ാം അധ്യായത്തിലേക്ക്. സ്തോത്രം. അതിന്റെ 11, 12, 13 വാക്യങ്ങളൊക്കെയാണ് നമ്മളൊന്ന് ശ്രദ്ധിക്കാൻ വേണ്ടി പോകുന്നത്. സ്തോത്രം. യിരെമ്യാവിന്റെ പുസ്തകം 25-ാം അധ്യായത്തിന്റെ 11, 12, 13 വാക്യങ്ങൾ. ഞാനൊന്ന് സാവധാനം വായിക്കാം. നിങ്ങൾ എന്നോട് വായിച്ചാൽ മതി. നിങ്ങൾ വായിക്കണ്ട. കാര്യം ഞാൻ ഓരോ വാക്യങ്ങളൊന്ന് ശ്രദ്ധിച്ചു പോകാം. ഈ ദേശമൊക്കെയും ശൂന്യവും സ്തംഭനഹേതുവുമാകും. ഈ ജാതികൾ ബാബേൽ രാജാവിനെ 70 സംവത്സരം സേവിക്കുമെന്ന് യഹോവയുടെ അരുളപ്പാട്. അപ്പം ഒന്നാമത് യിരെമ്യാവിന്റെ പ്രവചനം എന്താണ്? ഈ ജാതികൾ. സ്തോത്രം. ഏത് ജാതി? യഹൂദ ജനത്തെ കുറിച്ചാണ് പറയുന്നത്. 70 വർഷം ബാബേൽ രാജാവിനെ എന്ത് ചെയ്യും? സേവിക്കും. അതാണ് യിരെമ്യാവ് പറഞ്ഞ ഒന്നാമത്തെ ഗൗരവമുള്ള പ്രവചനം. ഈ 12-ാം വാക്യം. 70 വർഷം തികയുമ്പോൾ ഞാൻ ബാബേൽ രാജാവിനെയും ആ ജാതിയെയും കൽദയരുടെ ദേശത്തെയും അവരുടെ അതിക്രമ നിമിത്തം സന്ദർശിച്ച് അതിനെ ശാശ്വത ശൂന്യമാക്കി തീർക്കും. അവ 70 വർഷം കഴിയുമ്പം ദൈവം എന്ത് ചെയ്യും? ബാബേൽ രാജാവിനെയും കൽദയ ജാതിയും മൊത്തം അവരുടെ അതിക്രമ നിമിത്തം അവരെ സന്ദർശിക്കും. അവരെ ദൈവം ശൂന്യമാക്കി തീർക്കും. എന്ന് പറഞ്ഞാൽ അങ്ങനെ 70 വർഷം കഴിയുമ്പോൾ ഇസ്രായേൽ ജനത്തെ മടക്കി കൽദയരുടെ കീഴിൽ നിന്ന് മടക്കിക്കൊണ്ടുവരും എന്നുള്ളതാണ് വളരെ വ്യക്തമായി പ്രവചന ശബ്ദം യിരെമ്യാവിലൂടെ പറയുന്നത്. സ്തോത്രം. അപ്പൊ ഒരു കാര്യം വളരെ വ്യക്തമാണ്. അപ്പം എസ്രായുടെ പുസ്തകം 1-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ യിരെമ്യാവ് മുഖാന്തരം പറഞ്ഞ യഹോവയുടെ അരുളപ്പാട് നിവൃത്തിയാകേണ്ടതിന്. അപ്പൊ യിരെമ്യാവ് എന്താ പറഞ്ഞെന്നുള്ളത് ഇപ്പൊ നമ്മൾ കേട്ടു. 70 വർഷം ഇസ്രായേൽ ജനം, അതായത് യഹൂദ ജനം ബാബിലോണിൽ അടിമത്തത്തിൽ പോകും. 70 വർഷം കഴിയുമ്പോൾ കൽദയരെയും ബാബേൽ രാജാവിനെയും ഞാൻ എന്ത് ചെയ്യും? അവരുടെ അതിക്രമ നിമിത്തം അവരെ സന്ദർശിച്ച് അവരെ ശൂന്യമാക്കും. അപ്പോൾ ഇസ്രായേൽ ജനം അല്ലെങ്കിൽ യഹൂദ ജനം പ്രവാസത്തിൽ നിന്ന് മടങ്ങി വരും. ഇതാണ് പ്രവചനവും അത് യിരെമ്യാവിലൂടെ ദൈവം അരുളി ചെയ്ത പ്രവചന ശബ്ദം. ഈ ഒരു കാര്യം കൂടെ ആ ഭാഗത്തുനിന്ന് പറയാം. സ്തോത്രം. എന്തുകൊണ്ടാണ് ഇവര് പ്രവാസത്തിലേക്ക് പോയത്? സ്തോത്രം. എനിക്ക് തോന്നുന്നു പ്രവാസത്തിൽ പോകുന്നതിന് ഒരു 40 വർഷങ്ങൾക്ക് മുമ്പായിരിക്കാം യിരെമ്യാവ് ഈ ദൂത് ഇവരോട് പറയുന്നത്. നമുക്കറിയാം 3 പ്രാവശ്യമായിട്ടാണ് ഇവർ പ്രവാസത്തിൽ പോയത്. സ്തോത്രം. 3 പ്രാവശ്യമായിട്ട്. ഒന്നാമത്തെ പ്രാവശ്യം BC 605-ലാണ് യഹോയാക്കീം രാജാവ് യഹൂദ ഭരിക്കുന്ന കാലഘട്ടത്തിലാണ് ഇവരാദ്യമായി പ്രവാസത്തിലേക്ക് പോകുന്നത്. BC 605 യഹോയാക്കീം യഹൂദ ഭരിക്കുന്ന കാലത്താണ്. ആ പ്രാവശ്യം നെബൂഖദ്നേസർ ആദ്യമായിട്ട് യെരുശലേമിലേക്ക് വരുന്നു. യെരുശലേമിനെ നിരോധിക്കുന്നു. ആളുകളെ പിടിച്ചോണ്ട് പോവുകയാണ്. പക്ഷേ ആ കൊണ്ടുപോയ പ്രവാസികളുടെ കൂട്ടത്തിൽ, അടിമകളുടെ കൂട്ടത്തിലാണ് ദാനിയേലും ശദ്രക്കും മേശക്കും അബേദ്നെഗോപ്പെടുന്നത്. രണ്ടാമത്തെ പ്രാവശ്യം വീണ്ടും നെബൂഖദ്നേസർ വരികയാണ്. അത് BC 597-ലാണ് വരുന്നത്. അന്ന് യഹോയാക്കീം എന്ന് പറയുന്ന രാജാവാണ് ഭരിക്കുന്നത്. ഒന്നാമത് നമ്മളുണ്ട് യഹോയാക്കീമാണ്. ഇത് യഹോയാക്കീം 597 അദ്ദേഹം യഹൂദ ഭരിക്കുമ്പോഴാണ് രണ്ടാമത് നെബൂഖദ്നേസർ വരുന്നത്. സ്തോത്രം. അന്നും കുറച്ച് ആളുകളെ പിടിച്ചുകൊണ്ടുപോയി. അവരിൽ പ്രധാനിയായിരുന്നു പുരോഹിതനായ യെഹെസ്കേൽ. സ്തോത്രം.
ഇതിന്റെയൊക്കെ ചരിത്രം ബൈബിളിലുണ്ട്. ഒന്നാമത്തെ പ്രാവശ്യം വന്ന് പിടിച്ചോണ്ട് പോയതിന്റെ ചരിത്രമാണ് 2 രാജാക്കന്മാർ 24:1, ദാനിയേൽ പ്രവചനം 1-ാം അധ്യായത്തിന്റെ 1 മുതൽ 7 വരെയുള്ള ഈ ഭാഗങ്ങളിലൊക്കെ കാണും. അപ്പൊ ഒന്നാമത്തെ പ്രാവശ്യം യഹൂദ ഭരിക്കുകയാണ് യഹോയാക്കീം രാജാവ്. അദ്ദേഹം യഹൂദ ഭരിക്കുന്ന BC 605 അന്ന് എനിക്ക് തോന്നുന്നു ദാനിയേലിന് ഒരു 15 വയസ്സിനും 18 വയസ്സിനും ഇടയ്ക്കുള്ള പ്രായം ദാനിയേലിനുണ്ട്. അദ്ദേഹം ഒരു ബാലകനായിരുന്നു. സ്തോത്രം. രണ്ടാമത്തെ പ്രാവശ്യം BC 597 യഹോയാക്കീം. അന്ന് അതിന്റെ ചരിത്രവും 2 രാജാക്കന്മാർ 24:10, യഗസ്കേൽ 1:3, ഇതൊക്കെ അതിന്റെ ചരിത്രങ്ങളാണ് പറയുന്നത്. സ്തോത്രം. മൂന്നാമത്തെ പ്രാവശ്യം ഞാൻ അതൊന്ന് എടുത്തു പറയാൻ കാരണം ഇതാണ് പ്രധാനപ്പെട്ട വിഷയം. മൂന്നാമത്തെ പ്രാവശ്യം ഇദ്ദേഹം ഒരു വരവ് വന്നു, നെബൂഖദ്നേസർ. അത് BC 586 BC 586 അന്ന് യഹൂദ ഭരിക്കുന്നത് സിദക്കിയാവ് എന്ന് പറയുന്ന രാജാവാണ്. 2 രാജാക്കന്മാരുടെ പുസ്തകം 25-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള ഭാഗങ്ങളിൽ ഈ ചരിത്രം കിടക്കും. ഈ പ്രാവശ്യം ഒരു സാധാരണ വരവല്ല പുള്ളി വന്നത്. സ്തോത്രം. ഏത്? BC 586. നിങ്ങൾ ബാക്കി 2 പ്രാവശ്യത്തെ വരവിന്റെ സമയം ഓർത്തില്ലെങ്കിലും ഇത് ഓർക്കണം. കാരണം ഈ 586 എന്ന് പറയുന്ന ഈ പ്രാവശ്യത്തെ വരവുമായി ബന്ധപ്പെട്ട വിലാപങ്ങളുടെ പുസ്തകം കിടക്കുന്നത്. 3 പ്രാവശ്യം പുള്ളി വന്നു. ആദ്യത്തെ 2 പ്രാവശ്യവും പുള്ളി ആളുകളെ കൊണ്ടുപോയി പ്രവാസത്തിൽ. പക്ഷെ അതല്ല, മൂന്നാമത്തെ പ്രാവശ്യത്തിലെ വരവുമായി കണക്ട് ചെയ്താണ് യിരെമ്യാവ് പറഞ്ഞിരിക്കുന്ന പ്രവചനങ്ങൾ മുഴുവൻ കിടക്കുന്നത്, വിലാപങ്ങളുടെ പുസ്തകവും കിടക്കുന്നത്. അപ്പൊ ഇത് ചെറിയൊരു വിഷയമല്ല. ഏതാ? BC 586 യഹൂദ രാജാവായ സിദക്കിയാവിന്റെ കാലത്താണ് ഇദ്ദേഹം വരുന്നത്. നെബൂഖദ്നേസർ മൂന്നാമത് വരുന്നത്. അത് ഒരു വല്ലാത്ത വരവായിരുന്നു പറയാൻ കാരണം BC 588 അദ്ദേഹം 586 വന്നെങ്കിലും BC 588 ജനുവരി മാസം 15-ാം തീയതി മുതൽ BC 588 ജനുവരി മാസം 15-ാം തീയതി മുതൽ BC 586 ജൂലൈ 18 വരെ ഇദ്ദേഹം എന്ത് ചെയ്തെന്നറിയാമോ? നെബൂഖദ്നേസറും കൂട്ടരും യെരുശലേമിനെ, ആ യെരുശലേം പട്ടണത്തിന് ചുറ്റും തമ്പടിച്ച് അതിനെ നിരോധിച്ച് അവിടെ നിന്ന് താമസിച്ചു. അതിന്റെ ഭീകരാവസ്ഥ എന്നാ നിങ്ങൾക്ക് അറിയാമോന്ന് എനിക്കറിയത്തില്ല. എന്ന് പറഞ്ഞാൽ പുറത്തുനിന്ന് ഒരാൾക്ക് അകത്തോട്ടും പോകാൻ പറ്റിയല്ല, അകത്തുനിന്ന് ഒരാൾക്ക് പുറത്തോട്ടും പോകാൻ പറ്റില്ല. ഭക്ഷണങ്ങളും ഇല്ല, യാതൊരു രീതിയിലുള്ള ഭക്ഷണങ്ങൾ കഴിക്കാനില്ല. പട്ടിണിയും ദുഃഖവും ഭയങ്കര അനുഭവങ്ങളാണ്. അപ്പൊ 586 ഇദ്ദേഹം ആക്രമണം അഴിച്ചുവിടുന്നെങ്കിലും 588 അദ്ദേഹം വന്ന് ജനുവരി 15-ാം തീയതി മുതൽ 586 ജൂലൈ മാസം 18-ാം തീയതി വരെ അദ്ദേഹം മിണ്ടാതെ ഇതിന് ചുറ്റും തമ്പടിച്ച് ഇങ്ങനെ കിടന്നു. പുറത്തുനിന്ന് അകത്തും പറ്റുകയില്ല, അകത്തുനിന്ന് പുറത്തും പറ്റുകയില്ല. ഭക്ഷണമില്ല, ദാരിദ്ര്യം, ക്ഷാമം, രോഗം, അതികഠിനമായ പ്രശ്നങ്ങളിലൂടെ യെരുശലേം കടന്നുപോയി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ മൂന്നാമത്തെ വരവാണ് യിരെമ്യാവിന്റെ പ്രവചനത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ മുഴുവൻ, വിലാപങ്ങളുടെ പുസ്തകം മുഴുവൻ പറഞ്ഞിരിക്കുന്നത് ആ ഒരു കോണ്ടസ്റ്റിലാണ് കൊടുത്തിരിക്കുന്നത്. ഏതാ? ഈ മൂന്നാമത്തെ വരവിന്റെ സ്തോത്രം. ഇനി ഞാൻ ഒരു പെട്ടെന്ന് നിങ്ങളോട് എന്തുകൊണ്ടാണ് ഈ യഹൂദ പ്രവാസത്തിലേക്ക് പോകാനുള്ള കാരണം ഞാനൊന്ന് പെട്ടെന്ന് പറയാം. എനിക്ക് വാക്യങ്ങൾ വായിപ്പിക്കാൻ സമയമില്ലാത്തതുകൊണ്ടാണ് ഞാൻ വാക്യങ്ങൾ പറഞ്ഞു വിടത്തേ ഉള്ളൂ. എന്നിട്ട് അവിടുത്തെ വിഷയം എന്താണെന്ന് ഞാനങ്ങ് പറയും. നിങ്ങൾ ഇതൊരു വലിയ ഡീപ്പ് സ്റ്റഡിയാണ്, നിങ്ങൾ വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഞാൻ ഇതിനകത്തുനിന്ന് ഒരു കാര്യം മാത്രമേ ഫോക്കസ് ചെയ്യത്തുള്ളൂ, അതിലേക്ക് ഞാൻ വരികയാണ്. ഇവരുടെ അതിപ്രധാനപ്പെട്ട ചില പാപങ്ങൾ ഞാനത് ചൂണ്ടിക്കാണിക്കാം. ഒന്നാമത്തെ വിഷയത്തിലേക്ക് വരാം. ഒന്നാമത്തെ വിഷയം യിരെമ്യാവിന്റെ പുസ്തകം 22-ാം അധ്യായം
അതിന്റെ 8-9 വാക്യങ്ങളിലാണ് ഇവർ പ്രവാസത്തിലേക്ക് പോകാനുണ്ടായതിന്റെ കാരണം, അല്ലെങ്കിൽ യെരുശലേം പട്ടണം നശിക്കാനുണ്ടായതിന്റെ, ദൈവാലയത്തെ ദൈവം നശിപ്പിച്ചതിന്റെ ഈ 3 കാരണങ്ങളുടെയും റീസണുകളാണ് പറയാൻ പോകുന്നത്. ഒന്ന്, യെരുശലേം നഗരം നശിച്ചതിന്റെ, ദൈവാലയം നശിച്ചതിന്റെ, ഇവർ പ്രവാസത്തിൽ പോയതിന്റെ കാരണങ്ങൾ പറയാൻ പോവാണ്. അതിൽ ഒന്നാമത്തെ കാരണമാണ് യിരെമ്യാവിന്റെ പുസ്തകത്തിൽ തന്നെ 22-ാം അധ്യായം 8-9 വാക്യങ്ങളിൽ പറയുന്നത്. സ്തോത്രം. അതിൽ 9-ാം വാക്യത്തിലാണ് അതിന്റെ റീസൺ പറയുന്നത്. 8-ാം വാക്യത്തില് മഹാനഗരത്തോട് യഹോവ ഇങ്ങനെ ചെയ്തത് എന്തെന്ന് ഓരോരുത്തർ ചോദിക്കും എന്ന് പറഞ്ഞാൽ, എന്തുകൊണ്ടാണ് ഈ യെരുശലേമിന് ഇങ്ങനെ വന്നെന്ന് ഓരോരുത്തർ ചോദിക്കും. അപ്പൊ അതിന്റെ റീസൺ പറയാണ് 9-ാം വാക്യത്തിൽ, അവർ തങ്ങളുടെ ദൈവമായ യഹോവയുടെ നിയമം ഉപേക്ഷിച്ചു. അപ്പൊ ഒന്ന്, യഹോവയുമായിട്ടുള്ള ഉടമ്പടി അവർ എന്ത് ചെയ്തു? നിയമം ഉപേക്ഷിച്ചു. 2, അന്യദേവന്മാരെ നമസ്കരിച്ചു. ഇതാണ് റീസൺ, ഒരു റീസൺ. ഇനി അടുത്തതിലേക്ക് പോകാം. യിരെമ്യാവിന്റെ പുസ്തകം 1-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യം, 1-16. അവർ എന്നെ ഉപേക്ഷിക്കുകയും അന്യദേവന്മാർക്ക് ധൂപം കാട്ടി തങ്ങളുടെ കൈപ്പണിയെ നമസ്കരിക്കുകയും ചെയ്ത സകല ദോഷത്തെക്കുറിച്ച് ഞാൻ അവരോട് ന്യായവാദം കഴിക്കും. സ്തോത്രം. അപ്പൊ ഒരു കാര്യം വളരെ വ്യക്തമാണ്. ഈ 2 വാക്യങ്ങളിലും പറഞ്ഞിരിക്കുന്ന വിഷയം എന്താണെന്നറിയോ? ഒറ്റ വിഷയമാണ്. എന്താ? വിഗ്രഹാരാധന. എന്താണ്? അപ്പോൾ ഒന്നാമത്തെ പാപം വിഗ്രഹാരാധന. ഇനി രണ്ടാമത്തെ വിഷയത്തിലേക്ക് വരാം. യിരെമ്യാവിന്റെ പുസ്തകം 22-ാം അധ്യായം 13-14 വാക്യങ്ങൾ. നീതികേട് കൊണ്ട് അരമനയും അന്യായം കൊണ്ട് മാളികയും പണിതു, കൂട്ടുകാരനെ കൊണ്ട് വേല ചെയ്യിച്ചു കൂലി കൊടുക്കാതിരിക്കുകയും, ഞാൻ വിസ്താരമുള്ള അരമനയും വിശാലമായ മാളികയും പണിയും എന്ന് പറഞ്ഞ് കിളിവാതിലുകളെ വീതിയിൽ തീർക്കുകയും ദേവദാരു കൊണ്ട് തട്ടിടുകയും ചായലും കൊണ്ട് ചായമിടുകയും ചെയ്യുന്നവൻ അയ്യോ കഷ്ടം. അപ്പൊ ഇതിന്റെ പേരെന്നാന്ന് ചോദിച്ചാൽ സാമൂഹിക അനീതി അല്ലെങ്കിൽ അസന്മാർഗിക പ്രവൃത്തി, അധാർമികത. ഇതാണ് രണ്ടാമത്തെ അവരുടെ വിഷയം. എന്താ ഇവർ കാണിച്ച അനീതി? എന്താ കാണിച്ചത്? തുടങ്ങുന്നതന്നെ നീതികേട് കൊണ്ട്. അപ്പം നീതികേട് കൊണ്ട് അരമന പണിയുക, അന്യായം കൊണ്ട് മാളിക പണിയുന്നു, കൂട്ടുകാരന് കാശ് കൊടുക്കത്തില്ല, അവന്റെ കൂലി കൊടുക്കത്തില്ല, പൈസ ഇല്ലാഞ്ഞിട്ടല്ല, പിന്നെ അവന്റെ പൈസ കൊടുക്കത്തില്ല, പകരം വിസ്താരമുള്ള അരമനയും വിശാലമായ മാളികയൊക്കെ പണിത് കിളിവാതിലൊക്കെ തീർത്ത് തട്ടൊക്കെ ഇട്ട് ഇങ്ങനെ പോവാ. അവർക്ക് അയ്യോ കഷ്ടം എന്ന് പറഞ്ഞു. അപ്പം രണ്ടാമത്തെ പാപം എന്താ? സാമൂഹിക അനീതി, അസാൻമാർഗികത. ഇതെല്ലാം എന്തൊക്കെ ഉള്ള കാര്യമാണ്. നമ്മൾ ഡയറക്റ്റ് വിഗ്രഹത്തെ നമസ്കരിക്കുന്നില്ലെന്നുള്ളൂ, വേറെ പല വിഗ്രഹങ്ങളും നമ്മുടെ അകത്തുണ്ട്. ഞാനിപ്പോ അതിലോട്ടൊന്നും പോകുന്നില്ല. വീട്ടു ജോലിക്ക് വരുന്നുണ്ട്, നേരെ കൂലി കൊടുക്കാതിരിക്കുന്ന എത്രയോ പേരെ എനിക്കറിയാൻ അറിയാം. സാമൂഹിക അനീതി. ഇനി അടുത്ത വിഷയത്തിലേക്ക് വരാം. അവര് അടുത്ത കാരണം എന്താ നോക്കാം. ഇവര് പ്രവാസത്തിൽ പോയതിന്റെ അടുത്ത കാരണം. വിലാപങ്ങളുടെ പുസ്തകം 1-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം ആദ്യം വായിക്കാം. നിന്നെ ഉദരത്തിൽ ഉരുവാക്കിയതിനു മുൻപേ, ഒരു മിനിറ്റ്, അതിലെ 14-ാം വാക്യം, 14-ാമത്തെ വാക്യം. വിലാപങ്ങളുടെ പുസ്തകമാണ്, യിരെമ്യാവല്ല, വിലാപങ്ങളുടെ പുസ്തകം 1-14. ഞാൻ യിരെമ്യാവാണ് നോക്കിയത്. എന്റെ അതിക്രമങ്ങളുടെ നുകം അവൻ സ്വന്തം കൈയാൽ പിണച്ചിരിക്കുന്നു, അവ എന്റെ കഴുത്തിൽ പിണഞ്ഞിരിക്കുന്നു, അവൻ എന്റെ ശക്തി ക്ഷയിപ്പിച്ചു. അപ്പൊ ഇവരുടെ അടുത്ത ഭാവം എന്താ? അതിക്രമം. എന്ത്? അതിക്രമം. ഇനി ആ 1-ാം അധ്യായത്തിന്റെ തന്നെ
5-ാം വാക്യം നോക്കി. അവിടെ പറയുന്ന അവളുടെ അതിക്രമ ബാഹുല്യം നിമിത്തം. അപ്പം ഇവരുടെ 3-ാമത്തെ റീസണാണ് ഞാൻ ഈ പറയുന്നത്, ഇവരുടെ അതിക്രമ ബാഹുല്യം. നാലാമത്തെ റീസൺ നമുക്ക് ആ 1-ാം അധ്യായത്തിൽ തന്നെ കിടപ്പുണ്ട്. 8-ാം വാക്യം വായിച്ചാൽ, യെരൂശലേം കഠിന പാപം ചെയ്തിരിക്കൊണ്ട് മലിനമായിരിക്കുന്നു. അപ്പൊ ഇത് അടുത്ത ഭാവമാണ്. ഏതാ? കഠിന പാപം. ഒന്ന് വിഗ്രഹാരാധന, 2 സാമൂഹിക അനീതി, 3 അതിക്രമ ബാഹുല്യം, 4 കഠിന പാപം. ഇനി 5-ാമത്തെ ഒരു കാര്യം, വിലാപങ്ങൾ 1-ന്റെ 18-ാമത്തെ വാക്യം, യഹോവ നീതിമാൻ, ഞാൻ അവന്റെ കൽപ്പനയോട് മത്സരിച്ചു. അപ്പൊ അടുത്ത ഭാവം എന്താ? മത്സരം. ഇനി 20-ാം വാക്യം നോക്കിക്കേ, യഹോവയെ നോക്കണമേ, ഞാൻ വിഷമത്തിലായി, എന്റെ ഉള്ളം കലങ്ങിയിരിക്കുന്നു, ഞാൻ കഠിനമായി മത്സരിക്കൊണ്ട്. ഉണ്ടോ? കഠിന മത്സരം. ഞാൻ അതിന്റെ കൂടെ ഒരു കാര്യം കൂടെ പറയാം. നമ്മളൊന്ന് കണ്ട് വിഗ്രഹാരാധന, 2 സാമൂഹിക അനീതി, 3 നമ്മൾ കണ്ടത് അതിക്രമങ്ങളുടെ ബാഹുല്യം. ഈ അതിക്രമങ്ങളുടെ ബാഹുല്യത്തിൽ ഒരു കാര്യം കൂടെ പെടും, അത് ഇതിനകത്ത് തന്നെ ഉള്ളതാണ്. ആ അതിക്രമം ഇവരുടെ മാത്രമല്ല, പിതാക്കന്മാരുടെ അകൃത്യം കൂടി ഇവർ ചുമന്നെന്നാണ് പറയുന്നത്. അത് നിങ്ങൾക്ക് വിലാപങ്ങൾ 5-ന്റെ 7 കാണാൻ കഴിയും. വിലാപങ്ങൾ 5-ന്റെ 7, ഞങ്ങളുടെ പിതാക്കന്മാർ പാപം ചെയ്ത് ഇല്ലാതായിരിക്കുന്നു, അവരുടെ അതിക്രമങ്ങൾ ഞങ്ങൾ ചുമക്കുന്നു. അപ്പം അതിക്രമങ്ങളുടെ ബാഹുല്യം എന്ന് പറയാൻ കാര്യം ഇവരുടെ പിതാക്കന്മാരുടെ അകൃത്യങ്ങൾ കൊണ്ട് ഇവർ ചുമക്കുന്നു. കഠിന പാപം, മത്സരം. കഠിന മത്സരം അല്ല, കഠിന മത്സരം എന്ന് പറയേണ്ട, മത്സരം എന്ന് പറഞ്ഞാൽ മതി. അപ്പൊ മൊത്തം 5 നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞു. ഈ അകൃത്യം എന്നുള്ളത് ഞാൻ ഓരോ വാക്യങ്ങൾ പറഞ്ഞുള്ളൂ, ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഇവരുടെ അകൃത്യത്തെ കുറിച്ച് പറയുന്നുണ്ട്. വിലാപങ്ങൾ 4-6 വീണ്ടും ഇവരുടെ അകൃത്യത്തെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. 4-6 എനിക്ക് തോന്നുന്നു. എന്റെ ജനത്തിന്റെ പുത്രയുടെ അകൃത്യം വലുതാകുന്നൊക്കെ പറയുന്നുണ്ട്. അത് ഞാൻ ഒറ്റ വാക്യത്തിൽ അകൃത്യങ്ങളുടെ ബാഹുല്യം അല്ലെങ്കിൽ അകൃത്യം എന്ന് പറഞ്ഞ് നിർത്തിയതേ ഉള്ളൂ. 5 റീസൺ ഇപ്പൊ കണ്ടു. ഒന്നുകൂടെ പറയാൻ പോവാണ്. ഞാൻ ആ റീസൺ മാത്രം പറഞ്ഞ് പ്രാർത്ഥിക്കും. സ്തോത്രം. ബാക്കി 5 പറയാൻ പറ്റത്തില്ല, സമയം നമുക്കില്ല. അതുകൊണ്ട് കൽപ്പന ലംഘിച്ചു. സ്തോത്രം. നമ്മള് സിസ്റ്റമാറ്റിക്കലായിട്ടാണ് ഇവര് ഈ യെരൂശലേം നശിച്ചു പോയതിന്റെ, അല്ലെങ്കിൽ നഗരം നശിച്ചതിന്റെ, ദേവാലയം നശിച്ചതിന്റെ, ഇവര് പ്രവാസത്തിലേക്ക് പോയതിന്റെ റീസണുകളാണ് നമ്മൾ കണ്ടത്. വിഗ്രഹാരാധന, സാമൂഹിക അനീതി, അതിക്രമങ്ങളുടെ ബാഹുല്യം, കഠിന പാപം, മത്സരം, അവരുടെ മത്സരം. ഇനി ഒരു കാര്യം കൂടെ, നമുക്ക് പിതാക്കന്മാരുടെ അകൃത്യം കൂടെ അത് അതിനകത്ത് അതിക്രമങ്ങളുടെ ഇതിനകത്തുള്ളതാണ്, അത് പ്രത്യേകം കൂട്ടേണ്ട കാര്യമില്ല. അപ്പൊ നമ്മൾ 5 കാര്യം കണ്ട. 6-ാമത്തെ ഒരു കാര്യം, ഇവർ ശബത്ത് ലംഘിച്ചു എന്നുള്ളതാണ്. അതാണ് ഇതിനകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. നമുക്ക് ആ ഭാഗം ഒന്ന് ചിന്തിക്കണം. ചിന്തിച്ചിട്ട് വേണം അവസാനിപ്പിക്കാൻ. ഞാൻ ഇപ്പോഴ് വിലാപങ്ങളുടെ പുസ്തകമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇപ്പം ഇത് തന്നെ ചിന്തിക്കാന്ന് വിചാരിച്ചു. വിലാപങ്ങളുടെ പുസ്തകം ഹൈ ലെവൽ ഒരു പുസ്തകം. വിലാപങ്ങൾ എന്നുള്ള പേര് തന്നെ ഒരു വലിയ പഠന വിഷയം. കാരണം അങ്ങനെ ഒരു പേര് ഇല്ലായിരുന്നു. ആ പേരെങ്ങനെ വന്നെന്നുള്ളത് തന്നെ ഒരു പഠന വിഷയമാണ്.
സ്തോത്രം. നമ്മൾ നമ്മള് ശബത്തിനെ കുറിച്ച് ഇവരെ ആറാമത്തേത് ഞാൻ എൻ്റെ പ്രസംഗത്തിന് വേണ്ടി ആറാമത്തേതാക്കിയതാ. സത്യത്തിൽ ഒന്നാമത്തേതാക്കി പറയേണ്ട വിഷയമാണ്. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്ന വിഷയം അതായത് ആറാമത്തേതാക്കി പറഞ്ഞതേ. നമുക്ക് വേഗം അതിന് മുമ്പ് ഒരു കാര്യം കൂടെ പറയാം. 70 വർഷമാണ് ഇവർ പ്രവാസത്തിൽ പോയത്. എത്ര വർഷം? 70 വർഷം. 70 വർഷം ഇവർ പ്രവാസത്തിൽ പോകാനുള്ള കാരണം ഞാൻ പലപ്പോഴും ചിന്തിച്ചു, ദൈവം എന്താ 70 ഇട്ടത്? ഈ 60, 30, 40, 80, 100 ഒക്കെ ഇട്ടത്തില്ലായിരുന്നു. എന്തുകൊണ്ടാണ് 70 ഇട്ടെന്നുള്ളത് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. ഇന്നലെ അതിനെക്കുറിച്ച് ഞാനിങ്ങനെ പഠിച്ചപ്പോഴാണ് ഈ ഒരു വിഷയം. അപ്പൊ ഈ ദൈവത്തിന്റെ മഹത്വം എനിക്ക് മനസ്സിലായി. അപ്പൊ ഈ 70 എന്നുള്ള കണക്ക് ദൈവം ഇടാനുള്ള റീസണും കൂടെ ഞാൻ ഈ പറയാൻ പോകുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ ശബത്ത് ലംഘിച്ച വിഷയമാണ് സംസാരിക്കുന്ന പറയാൻ കാര്യം. 70 എന്നുള്ള കണക്ക് ദൈവം ഇടാൻ കാര്യം തന്നെ ഇവർ ശബത്ത് ലംഘിച്ചുകൊണ്ടാണ്. അപ്പം 70 എന്നുള്ള കണക്കും ശബത്ത് ലംഘനവും തമ്മിൽ കണക്റ്റഡ് ആണ്. നിങ്ങളൊരു കാര്യം ഓർത്തോണം, ഓരോ കൽപ്പനകൾ ലംഘിക്കും തോറും അതിന്റെ കണക്കനുസരിച്ചാണ് ദൈവം നമുക്കിടുന്ന പല വിധികളും പല ന്യായവിധികളും ദൈവം ചെയ്യുന്നത്. അപ്പൊ അതൊന്ന് നോക്കാം. സ്തോത്രം. ലേവ്യ പുസ്തകത്തിലേക്ക് വരാം. ലേവ്യ പുസ്തകത്തിലേക്ക് വരാം. ഇരുപത്തിയഞ്ചാം അധ്യായം. ലേവ്യ പുസ്തകം 25-ാം അധ്യായം. 3 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ ശ്രദ്ധിക്കുക. 6 സംവത്സരം നിന്റെ നിലം വിതയ്ക്കണം. അവണം 6 സംവത്സരം നിന്റെ മുന്തിരിത്തോട്ടം വള്ളിത്തല മുറിച്ച് അനുഭവം എടുക്കണം. 7-ാം സംവത്സരത്തിലോ ദേശത്തിന് സ്വസ്ഥതയുള്ള ശബത്തായ യഹോവയുടെ ശബത്ത് ആയിരിക്കണം. നിന്റെ നിലം വിതയ്ക്കുകയും മുന്തിരിത്തോട്ടം വള്ളിത്തല മുറിക്കുകയും ചെയ്യരുത്. നിന്റെ കൊയ്ത്തിന്റെ പടുവിളവ് കൊയ്യുകയും വള്ളിത്തല മുറിക്കാത്ത മുന്തിരിത്തോട്ടത്തിലെ പഴം പറിക്കുകയും അരുത്. ആ ദേശത്തിന് ശബത്തുണ്ടാകുന്നു. അപ്പൊ എന്താ ഇതിനകത്തൊന്ന് മനസ്സിലാക്കുന്നത്? 6 സംവത്സരം കൃഷി ചെയ്യാനുള്ള അനുവാദം ദൈവം കൊടുത്തിരിക്കുക. പക്ഷെ 7-ാമത്തെ വർഷം കൃഷി ചെയ്യാൻ പാടില്ല. എന്ന് പറഞ്ഞാൽ 7-ാമത്തെ വർഷം ദേശത്തിനോടൊപ്പം നിലത്തിനും ശബത്താണ്. ശബത്ത് എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ എന്താ? റെസ്റ്റ്, സ്വസ്ഥത. 6 വർഷം കൃഷി ചെയ്തു. പക്ഷെ 7-ാമത്തെ വർഷം സ്വസ്ഥമായിരിക്കും. കൃഷി ചെയ്യരുത്. കാരണം നിന്റെ നിലത്തിനും ദേശത്തിനും ഒക്കെ റെസ്റ്റാ, സ്വസ്ഥതയാ. ശബത്ത് ആചരിക്കേണ്ട ദിവസവും ശബത്ത് ആചരിക്കാത്ത ആളുകളുണ്ട്. ഇന്നിപ്പോ ശബത്തില്ലെന്നാണ് പറയുന്നത്. ശബത്തൊക്കെ ക്രിസ്തുവിൽ നിറവേറി, ശരിയാണ്. പക്ഷേ എന്തിനാണ് ഈ സ്വസ്ഥത? ദൈവത്തെ ആരാധിക്കാനുള്ള ദിവസമാണ്. ഞാനിപ്പോ അത്രയൊക്കെ പറയുന്നുള്ളൂ. പക്ഷെ ഇവരെന്താ ചെയ്തെന്നറിയാമോ? ഇവരെന്താ ചെയ്തറിയോ? ഇസ്രായേൽ മക്കള് അവര് 490 വർഷങ്ങൾ അവര് ശബത്ത് ആചരിച്ചില്ല. ഈ ദൈവത്തിന് നിയമം കിടക്കുമ്പോൾ
ആ നിയമത്തെ അവർ ലംഘിച്ചുകൊണ്ട് ഒരു 490 വർഷങ്ങൾ അവരെന്ത് ചെയ്തില്ല? ശബത്ത് ശബത്ത് ആചരിച്ചു. ആചരിച്ചില്ല. അവരെല്ലാ വർഷവും അവര് സത്യാഗ്രഹ നിമിത്തം കൃഷി ചെയ്തു. 6 പകരം 7 വർഷം അവർ കൃഷി ചെയ്തു. ദൈവം പറഞ്ഞ 7-ാം വർഷത്തെ ഭൂമിയുടെ ശമത്ത്, നിലത്തിന്റെ ശബത്ത് അവർ ആചരിച്ചില്ല. അവർ അത്യാഗ്രഹ നിമിത്തം ആ വർഷവും കൃഷി ചെയ്തു. സ്തോത്രം. വേദ ചിന്തകന്മാർ അതിനെക്കുറിച്ച് പറയുന്നത് ഈ 490 വർഷം അവർ ശബത്ത് ആചരിച്ചില്ല എന്ന് പറയുന്നതിനെ ബൈബിൾ സ്കോളേഴ്സ് അതിനെക്കുറിച്ച് പറയുന്ന അഭിപ്രായം, ഇസ്രായേലിന്റെ 1-ാമത്തെ രാജാവായ ശൗലിന്റെ കാലം മുതൽ, അതായത് BC 1020 മുതൽ നെബൂഖദ്നേസർ ഇവരെ വന്ന് കഠിനമായി ആക്രമിക്കുന്ന BC 586 വരെയുള്ള കാലത്തിനിടയ്ക്കുള്ള ഏതോ ഒരു 490 വർഷമാണ് ഇവർ ശബത്ത് ലംഘിച്ചതെന്നാണ് ആ കാലത്തെക്കുറിച്ചുള്ള ഒരു അനുമാന കണക്ക് ബൈബിൾ സ്കോളേഴ്സ് പറയും. അപ്പോൾ ശൗൽ ഇസ്രായേലിന്റെ രാജാവായ BC 1020 ആ കാലം മുതൽ നെബൂഖദ്നേസർ ഇവരെ കഠിനമായി ആക്രമിക്കുന്ന BC 586 വരെയുള്ള ആ കാലത്തിനിടയിലുള്ള ഒരു 490 വർഷമാണ് ഈ ശബത്ത് ഇവർ ലംഘിച്ചിരിക്കുന്നത്. നമുക്കത് ഒന്ന് വായിക്കാം. ഞാൻ പറഞ്ഞത് ശരിയോ തെറ്റോ നമുക്കൊന്ന് വായിച്ച് മുന്നോട്ട് പോകാം. 2 ദിനവൃത്താന്ത പുസ്തകത്തിലേക്ക് വരാം. മുപ്പത്തിയാറാം അധ്യായം. 2 ദിനവൃത്താന്ത പുസ്തകം 36-ാം അധ്യായം. ഇരുപത്തി ഒന്നാമത്തെ വാക്യം. 36-ന്റെ 21. ഇരമ്യ മുഖാന്തരമുണ്ടായ യഹോവയുടെ വചനം നിവൃത്തിയാകേണ്ടതിന് ദേശം അതിന്റെ ശബത്തുക്കളെ അനുഭവിച്ച് കഴിയുവോളം തന്നെ. ദേശം അതിന്റെ ശബത്തുക്കളെ അനുഭവിച്ച് കഴിയുവോളം തന്നെ. അപ്പം എത്രയാണ് ദേശം ശബത്ത് അനുഭവിക്കുന്ന? എത്ര വർഷമാണ്? നോ അത് അവർ ലംഘിച്ചത്. ശബത്ത് ലംഘിച്ചതാണ്. ശബത്ത് എന്ന് പറയുന്നത് 7 വർഷത്തിൽ ഒന്നേ ഉള്ളൂ ശബത്ത്. മനസ്സിലാകുന്നുണ്ടോ? 7 വർഷത്തിൽ ഒരു ശബത്തേ ഉള്ളൂ. അങ്ങനെ അവർ 490 വർഷങ്ങളാണ് അവർ ശബത്ത് എന്ത് ചെയ്തേ? ലംഘിച്ചത്. അപ്പൊ നിങ്ങൾ 490-നെ നിങ്ങൾ 7 എന്നെ കൂടെ തെറ്റിക്കുക. 490-നെ നിങ്ങൾ 7 കൊണ്ടൊന്ന് ഡിവൈഡ് ചെയ്ത് നോക്കി, എത്ര വരും? 70. കണ്ടോ? എത്ര വർഷം നിങ്ങൾ ലംഘിച്ചോ ആ വർഷത്തിലെ 7 വർഷത്തിൽ ഒന്നേ വരുന്നുള്ളൂ ശബത്ത്. ദൈവം എന്ത് ചെയ്തു? ആ ലംഘിച്ച വർഷത്തെ ദൈവം കണക്കെടുത്തിട്ട് അതിൽ 7 വെച്ച്, 7 വർഷത്തിൽ ഒന്നേ ശബത്ത് വരുന്നുള്ളൂ, 7 വെച്ച് ദൈവം ഡിവൈഡ് ചെയ്ത് 70. ആ 70 വർഷം ദൈവം പ്രവാസത്തിലേക്ക് വിട്ടു. എന്നിട്ട് ആ 70 വർഷം ഈ ഭൂമിക്ക് ദൈവം എന്ത് കൊടുക്കുന്നറിയാമോ? ശബത്ത്. ആ ഭൂമി ആ ശബത്ത് 70 വർഷം അനുഭവിച്ച് കഴിയുന്നിടം വരെ ദൈവം മൗനമായിരുന്നു.
ഞാൻ ഇത് പറയാൻ കാര്യം, ഞാൻ കഴിഞ്ഞ ദിവസം ഇവിടുത്തെ പ്രസംഗിച്ചും പറഞ്ഞു, ദൈവം ഈ 70 വർഷത്തിനിടയ്ക്കാണ് ദാനിയേൽ ആദ്യമായിട്ട് 21 ദിവസം ഉപവസിക്കുന്നത് ബാബിലോണിലെ. അന്ന് പാർസി പ്രഭു വരികയും പിന്നെ മറുപടിയെ തടഞ്ഞ പാർസി പ്രഭുവിനെ ദൂതനിറങ്ങി വെട്ടുകയൊക്കെ ചെയ്തു. ഫാസ്റ്റിംഗ് ഭയങ്കര പവർഫുൾ ആയിരുന്നു. ആ സമയത്താണ് എഗസ്കേൽ കേവാർ നദിയുടെ തീരത്ത് കരയുന്നത്. ഇരമ്യാവ് യെരൂശലേമിൽ കൂടപ്പുറപ്പുകളുടെ മടങ്ങിയവന് വേണ്ടി കരയുന്നത്. ഇവർ 3 പേരും കൂടി ഇത്രയും ശക്തമായി ഉപവസിക്കുകയും കരയുകയും പ്രാർത്ഥിക്കുകയും ചെയ്തിട്ട് പോലും 70 എന്നുള്ളത് ദൈവം ഒരു ദിവസം പോലും എന്ത് ചെയ്തില്ല, കുറച്ചില്ല. കാരണം ദൈവം കരുണാസമ്പന്നനായ ദൈവമാണ്, ദീർഘക്ഷമയുള്ള ദൈവമാണ്. ദൈവം പലപ്പോഴും ഇവർ കരയുമ്പോൾ ഇവർക്ക് ചെയ്ത അനർത്ഥത്തെ കുറിച്ച് അനുതപിച്ചിട്ടുണ്ട്. പക്ഷെ ഇവിടെ ഒരു അനുതാപമില്ല, ഇവിടെ ഒരു കരുണയുമില്ല. എന്താന്ന് ഞാൻ ചോദിച്ചു. ഇത്രയും ദൈവദാസന്മാർ ഉപവസിച്ചിട്ടും കരഞ്ഞിട്ടും ദൈവം, അപ്പോഴാ ദൈവം എന്നോട് പറഞ്ഞത് മറുപടി, എന്റെ ശബത്തുക്കളെ ഇവൻ ലംഘിച്ചത് ഞാൻ കണക്ക് കൂട്ടി, അതിനെ ഡിവൈഡ് ചെയ്ത് വർഷത്തിൽ ഒരു ശബത്തേ ഉണ്ടായിരുന്നുള്ളൂ, 7 വർഷത്തിൽ ഒരിക്കൽ മാത്രം ശബത്ത്. ദൈവം ആ 490 ദൈവം 7 കൊണ്ട് ഡിവൈഡ് ചെയ്ത് 70. ദൈവം പറഞ്ഞു, ആ 70 വർഷമാണ് ഇവർ ശബത്ത് ലംഘിച്ചത്. 70 ശബത്തുക്കളാണ് ഇവർ ലംഘിച്ചത്. ആ 70 ശബത്ത് ആ ഭൂമി അനുഭവിക്കട്ടെ. ആ 70 വർഷം ആ ശബത്ത് ഭൂമി ആ റെസ്റ്റ് അനുഭവിച്ചു കഴിഞ്ഞിട്ട് നീ വന്നാ മതി. അതുവരെ ദൈവം അവിടെ ബ്ലോക്ക് ചെയ്തു. 70 ശബത്തും ഭൂമി അനുഭവിച്ചു കഴിഞ്ഞപ്പോഴാണ് എസ്രാ 1:1 യിരെമ്യാവ് മുഖാന്തരം അരുളി ചെയ്ത യഹോവയുടെ വചനങ്ങൾ നിവർത്തിയാകേണ്ടതിന് കോരശിന്റെ മനസ്സിനെ ദൈവം ഉണർത്തി. ഇന്ന് ദൈവം എന്തെങ്കിലും ചെയ്തത് കണക്ക് കൂട്ടിയാ ചെയ്യുന്നത്. എന്തൊരു കണക്കായിരുന്നു എനിക്ക് ദൈവത്തിന്റെ, ഭയങ്കര മാത്തമാറ്റീഷ്യനാ ദൈവം. ദൈവത്തിനെ ആരും കണക്ക് പഠിപ്പിക്കണ്ട, ദൈവത്തിന്റെ കണക്ക് തെറ്റത്തില്ല. നീ പറയും പ്രാർത്ഥനയുടെ മറുപടി താമസിക്കുന്നെന്നും ഡിലേ ആണെന്നും പ്രവർത്തിക്കാനാണ് ഇപ്പൊ പ്രവർത്തിക്കേണ്ടതെന്നൊക്കെ നീ പറയും. പക്ഷേ ദൈവം എല്ലാം കണക്ക് കൂട്ടിയാണ് ചെയ്യുന്നത്. നീ ചെയ്ത പ്രവൃത്തിയും മറുഭാഗത്തെ ചില കാര്യങ്ങളും എല്ലാം കണക്ക് കൂട്ടിയാണ് ദൈവം കൃത്യമായി കാര്യങ്ങൾ ചെയ്യുന്നതെങ്കിൽ ഇന്ന് രാവിലെ ഇത്രയും വലിയൊരു ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നത്. ഭയത്തോടെ അവന്റെ സന്നിധിയിൽ അടുത്തു വരാൻ, വിറയലോടെ അവനെ സേവിക്കാൻ ഇന്ന് രാവിലെ ദൈവം നമ്മെ സഹായിക്കട്ടെ. അതുകൊണ്ട് ഇതാ ദൈവം ആ ശബത്തുക്കൾ ഭൂമി അനുഭവിച്ചു കഴിഞ്ഞപ്പോൾ യിരെമ്യാവ് പറഞ്ഞ 70 വർഷത്തിന്റെ പ്രവചനം നിവർത്തിക്കാൻ ഇതാ അകലെ കിടന്ന ദാരിയാവേശിന്റെ മരുമകൻ കോരശന്റെ മനസ്സിനെ ദൈവം ഉണർത്തിക്കുക. ദൈവാത്മാവ് ചിലരോട് പറയുന്നു, എവിടെങ്കിലും ചിലത് ലംഘിച്ചിട്ടുണ്ടോ, എവിടെങ്കിലും ചിലതിൽ നിന്ന് നാം മാറിപ്പോയിട്ടുണ്ടോ എന്ന് പുനഃപരിശോധിക്കണം. അല്ല, മടങ്ങി വരാനുണ്ടെങ്കിൽ മടങ്ങി വന്നില്ലെങ്കിൽ അതിനനുസരിച്ച് കാലങ്ങളും നീണ്ടുപോകും. അതുകൊണ്ട് ഇന്ന് രാവിലെ സമയം അവൻ വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനായ ദൈവമാണ്. അവൻ പറഞ്ഞ പ്രവചനങ്ങളെ നിവർത്തിക്കാൻ അവൻ ചിലരെ ദൂരത്തുനിന്ന് വരുത്തുകയും ചിലതിന്റെ മനസ്സിനെ ഉണർത്തിക്കുകയും ചെയ്യുന്ന ദൈവമാണ്. എന്നാൽ നാം എവിടെയാണ് തെറ്റിപ്പോയിരിക്കുന്നത്? നാം എവിടെയാണ് കൽപ്പനകളെ ഉപേക്ഷിച്ചിരിക്കുന്നത്? നാം എവിടെയാണ് മടങ്ങി വരേണ്ടതെന്ന് തിരിച്ചറിഞ്ഞ ഈ ദിവസങ്ങളിൽ മടങ്ങി വരുമ്പോൾ ദൈവം അവന്റെ വാഗ്ദത്തങ്ങളെ നിവർത്തിക്കാൻ വിശ്വസ്തനായ ദൈവമാണ്. തലകളെ വണക്കാം, കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, ഞങ്ങൾക്ക് നൽകിയ നല്ല നിമിഷത്തിനായി സ്തോത്രം. ശ്രേഷ്ഠമേറിയ മാധുര്യമേറിയ അങ്ങയുടെ വചനത്തിലൂടെ അങ്ങ് ഞങ്ങളോട് സംസാരിച്ച എല്ലാ ദൈവ ശബ്ദങ്ങൾക്കുമായി സ്തോത്രം. ഇന്ന് രാവിലെ
ഇതുപോലെ കണക്ക് കൂട്ടി ചെയ്യുന്ന ഒരു ദൈവത്തെ കർത്താവെ ഞങ്ങൾ വളരെ ഭയത്തോടെ അടുത്ത് വരും. അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളെ അറിയിക്കുന്നതിനായി സ്തോത്രം. ഈ വചനത്തിലൂടെ നീ ഞങ്ങളോട് ലൈവായി സംസാരിക്കുന്നതിനായി സ്തോത്രം. ഇവരെല്ലാം ബ്ലസ് ചെയ്യുന്നു. മഹത്വം കർത്താവ് എടുക്കും. പ്രാർത്ഥന കേട്ടതിന് സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. താങ്ക് യു. ഗോഡ് ബ്ലസ് യു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു പാസ്റ്റർ. താങ്ക് യു. താങ്ക് യു വെരി മച്ച്. താങ്ക് യു പാസ്റ്റർ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും സഹവാസവും നാം ഓരോരുത്തരോടും, നാം പ്രാർത്ഥിച്ച വിഷയങ്ങളോടും, നാം കേട്ട വചനങ്ങളോടും, നമ്മളോട് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം സംസാരിച്ച പ്രിയ കർത്താവിന്റെ ദാസനോടും കർത്താവിന്റെ വരവരെയും എന്നേക്കും കൂടെ ഇരിക്കുമാറാകട്ടെ. നമുക്ക് ഇത്രത്തോളം ജയം തന്ന നമ്മുടെ കർത്താവിന് നന്ദിയോടെ